ഹലോ നമസ്കാരം. ഈ ഏഷ്യാനെറ്റിലെ വരുന്നുണ്ടല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഒരാളെ കൊണ്ട് നുണ പറയാനും സമ്മതിക്കില്ല, ഒരു കാര്യം സമ്മതിക്കില്ല. കള്ളൻ വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചെന്നോ അല്ലെങ്കിൽ ആക്രമിച്ചെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വരാം. ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. ചില ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ LDFനൊപ്പമുള്ള അവരുടെ ദില്ലിയിലെ അംബാസഡറായ ശ്രീ കെ വി തോമസ് ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ 2002 കോഴിക്കോട്ട് സംഭവിച്ചതെന്ന് കാണുക. കാലത്ത് 11:20 ഇന്റർസിറ്റി എക്സ്പ്രസ് എത്തിയ മന്ത്രിയെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കരിങ്കുടിയുമായി 20ഓളം വരുന്ന വിദ്യാർത്ഥികൾ വളയുകയായിരുന്നു. മന്ത്രിയുടെ ദേഹത്തെ കരിയോയിൽ ഒഴിച്ച് കുപ്പിയെറിഞ്ഞെങ്കിലും പോലീസുകാർ തടഞ്ഞു. കരിയോയിൽ കുപ്പായത്തിൽ പുരണ്ട മന്ത്രിയെ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ മുറിയിലേക്ക് കയറ്റി പോലീസ് പുറത്തേക്ക് കാവൽ നിന്നു. തുടർന്ന് പുറത്തു കുത്തിയിരുന്ന മുതലാളിത്ത മുഖ്യ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തിക്കൊണ്ട് മർദ്ദിച്ചു. മന്ത്രി 1 മണിക്കൂറോളം സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ കുടുങ്ങി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് മന്ത്രി പുതിയ ഷർട്ട് വാങ്ങി അണിഞ്ഞ് സ്റ്റേഷൻ വിട്ടത്. SFI കേന്ദ്ര സമിതി അംഗം PM മാതിരിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി 2013 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവം, അത് ഒക്ടോബർ 27 കണ്ണൂരിലായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ന്യൂസ് അവറിന് മറ്റ് കമന്റുകളൊന്നുമില്ല. അന്ന് അതേക്കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുകൂടി കേൾക്കാം. തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ടെന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ വിനു പൊളിച്ചടക്കുകയാണ്. ഈ പായനെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തിയെന്നോ, ഖരാവ ചെയ്തെന്നോ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞെന്നോ, ആക്രമിക്കാൻ ശ്രമിച്ചെന്നോ ഒക്കെ പറയാം. പക്ഷെ CCTV ദൃശ്യങ്ങൾ ഇതൊന്നും വ്യക്തമാക്കുന്നില്ല. ആ ആക്രമിച്ച ആളുകൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന എന്തൊക്കെയോ വകുപ്പുകൾ കിട്ടിയതൊക്കെ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഒരു മന്ത്രിയെ ഒരു സ്ഥലത്ത് തടയാൻ ശ്രമിച്ചാൽ പൊതുവെ സമരങ്ങളുടെ രീതിയെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഉമ്മൻചാണ്ടിനൊക്കെ കല്ലെറിഞ്ഞ സംഭവമൊക്കെ നമ്മൾ കണ്ട്. സമരത്തിൻ്റെ ഒരു മുഖം, ഒരു സമരമുഖം എന്നൊക്കെ പറഞ്ഞ ഏകദേശം ഈ രീതികളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു സമരമുഖമായിരുന്നു. ആ സമരം വളരെ മാന്യമായിട്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിരെ എടുത്തിട്ടുള്ള ഒരു കേസിൻ്റെ രീതി നോക്കുമ്പോൾ സ്വതവേ നടക്കുന്ന സമരമുറകളിൽ എടുക്കുന്ന ഒരു കേസ് രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു മന്ത്രിയെ തടഞ്ഞു വെച്ച് അവരുടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ലക്ഷ്യത്തിലേക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ തടഞ്ഞു വെച്ചാൽ ക്രിമിനൽ കേസ് എടുക്കാം. പല വകുപ്പുകളുണ്ട് അല്ലേ. പക്ഷേ കേരളത്തിലൊരു സമരമുറ നമ്മൾ മുൻപും ഇന്നും നാളെയും കാണാൻ പോകുന്നത് ഏകദേശം ഈ രീതിയിലൊക്കെ തന്നെയാണ്. ആ ഒരു കാര്യത്തെയാണ് ഒരു പക്ഷേ ശ്രീ വിനു പൊളിച്ചടക്കിയിട്ടുള്ളത്. ഏറ്റവും രസം എന്ന് വെച്ചാൽ ലാസ്റ്റ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളാണ്. അതാണ് എന്നെ ഏറ്റവും ചിരിപ്പിച്ചത്. ഇത്തരം മീഡിയകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പല പ്ലാനുകളും പൊട്ടിപ്പൊളിയുകയാണ്. വീണ ജോർജ് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി. അവിടെ നടന്ന നാടകങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നേ ഇല്ല. അതൊക്കെ വളരെ ഒട്ടും മുൻപും ഇത്തരം നാടകങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടന്നിട്ടുണ്ട്. പക്ഷെ ആ നാടകങ്ങൾക്കൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക, കുട്ടികളുടെ ബാലവേദികളിലൊക്കെ അവതരിപ്പിച്ച നാടകം പോലെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി പവർഫുൾ സ്ക്രിപ്റ്റ് വേണമായിരുന്നു. ഇത് വളരെ ചെറിയൊരു സ്ക്രിപ്റ്റും കൊണ്ടുവന്നിട്ട് മന്ത്രി വീണ ജോർജിനെ പോലൊരാളൊക്കെ ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് അത് എവിടെയോ ഒരു സുഖമില്ലായ്മ, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഇനി സമരമുറകൾ അല്ലെങ്കിൽ സമരത്തിൻ്റെ ഒരു ഫേസ് തന്നെ മാറി ഇത്തരം
കുട്ടികളുടെ നാടകം പോലത്തെ ഒരു സമരമുറയാകുമോ എന്നൊരു വിഷമം കൂടിയുണ്ട്. കേരളത്തിലെ സമരമുറകൾ നമ്മൾ ഒരുപാട് സമര മുഖങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അല്ലേ. പല രീതിയിലുള്ള സമര മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ ശക്തവും എന്താ പറയുക, ആളുകൾക്ക് പ്രചോദനമാകുന്ന ഉപകാരപ്പെടുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ. അത്തരം സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഓരോ ആളുകളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും. ഇത്തരം സമരങ്ങളിലൂടെ എല്ലാം നേടിയെടുത്തതാണ്. അല്ലാതെ ആരും വീടിൻ്റെ ഉള്ളിലിരുന്ന് കഥ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടോ നേടിയെടുത്ത അവകാശങ്ങളൊന്നുമല്ല നമ്മൾ അനുഭവിക്കുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജനമെല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ട്. 3 ക്യാമറ കണ്ണുകളിലൂടെ കണ്ട വിഷ്വൽസ് എല്ലാം നമ്മൾ കണ്ടു. അവിടെ ആരും ഇത്തരം സമരത്തിൽ വന്ന ആളുകൾ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കേസെടുക്കാം, അതൊരു സാഹചര്യമുണ്ട്. കാരണം ഒരു മന്ത്രിയാണവർ അല്ലേ, അവർക്കൊരു പ്രൊട്ടക്ഷൻ വിങ് ഓഫ് പോലീസ് ഉണ്ട്. അവരുടെ പ്രൊട്ടക്ഷൻ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുൻപോട്ട് പോകാനുള്ള അവകാശത്തൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു സമരമുറ നടന്നാൽ കേസെടുക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ കണ്ടിട്ടുള്ള ശ്രീ വിനു ജോർജ് ഏഷ്യാനെറ്റ് TV-യിൽ ഇപ്പോൾ ഇരുന്ന് കാണിച്ചിട്ടുള്ള ഈ വിഷ്വൽസ് കാണുമ്പോൾ കേരളത്തിലെ ഒരു സമരത്തിൻ്റെ മുഖങ്ങൾ ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ഇത്തരം ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ കുട്ടികളുടെ നാടകങ്ങൾ പോലെയായി എന്നുള്ളതൊരു അഭിപ്രായമാണ്. സമരങ്ങൾ വേണം, അവകാശങ്ങൾ നേടിയെടുക്കാൻ. നമ്മളുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെവിടെയും സമരങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. അതൊരു റൂളിംഗ് പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവും. ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ഭരണം നടക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, നിങ്ങളും എല്ലാവരും അല്ലേ. അത്തരത്തിൽ ഇപ്പോൾ നടന്ന കുട്ടികളുടെ നാടകം എന്നുള്ളത് ചിരിച്ച് വീണു സാറേ. എന്തിനോ ഏതോ ഓക്കെ. 10 വർഷത്തെ ഭരണം അല്ലേ, 10 വർഷത്തെ തുടർ ഭരണമാണ്. അത് കഴിഞ്ഞ് അടുത്ത തുടർ ഭരണം കിട്ടാനുള്ള ഒരു വല്ലാത്തൊരു വ്യഗ്രത, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ, അത് ഏത് തരത്തിലും പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു വർക്കൗട്ട് നടക്കുന്നുണ്ട്. ആ വർക്കൗട്ട് വേണം. ഓക്കെ, ഏതൊരു പാർട്ടിയും പിന്നീടും ഭരണം പിടിക്കാനൊക്കെ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ അല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികളുടെ നാടകങ്ങൾ, ബാലവേദി നാടകങ്ങൾ, തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ സമൂഹം വീണ്ടും കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്നേ. എന്തോ പറയുന്നേ അല്ലേ. 3 ക്യാമറ കണ്ണുകളോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് റിപ്പോർട്ടർ TV പോലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 3 ക്യാമറ കണ്ണുകളിലൂടെയും ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നാണ്. പക്ഷേ കുറച്ച് പ്രവർത്തകർക്ക് മാത്രം എല്ലാം കാണാമായിരുന്നു. അവരുടെ കയ്യിൽ മാത്രം എല്ലാ തെളിവുകളും ഉണ്ട് അത്രേ. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തു. പോലീസിൽ കേസെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൽ ഏത് കാര്യത്തിലും ഏതൊരു മന്ത്രിയെ വഴി തടഞ്ഞാലും കേസെടുക്കാം. ഏത് നിയമത്തിൻ്റെ പേരിലും കേസെടുക്കാം. കാരണം ഒരാളെ തല്ലണമെന്നില്ല അയാൾക്ക് പരിക്ക് പറ്റാൻ. അവിടെ നടന്ന ആ ഒരു സിറ്റുവേഷനിൽ പരിക്കുകൾ പറ്റാം. പോലീസിൻ്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വീണെല്ലാം പരിക്കുകൾ പറ്റാം. അതിനെല്ലാം ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണോ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുകയും ചെയ്യാം. അതിലൊന്നും തെറ്റില്ല, നിയമമുണ്ട്. പക്ഷേ കേരളം കണ്ടിട്ടുള്ള സമരമുഖങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. അതിനെയാണ് ശ്രീ വീണു പൊളിച്ചടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അന്നും ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഇത്തരം മുഖങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാൻ പോകുന്നതും കാണുന്നതും എല്ലാം. അപ്പോൾ അതിന് വെള്ളപൂശാൻ ശ്രമിക്കരുത് എന്നാണ് ഇത്തരം കൊച്ചു കുട്ടികളുടെ നാടകങ്ങൾക്ക് വരുമ്പോൾ കാണുന്നത്. നമുക്ക് എന്തോ ഒരു ഇതുപോലെ അതന്നെ ഉദ്ദേശം തന്നെ നമ്മൾ മുഖ്യമന്ത്രി ലാസ്റ്റ് പറഞ്ഞു വെച്ചത് തന്നെ. കുറച്ചും കൂടിയൊക്കെ രസമുള്ള വിശ്വസിക്കുന്ന കഥകൾ പുറത്തിടണം. കുറച്ചും കൂടിയൊക്കെ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട്, മനുഷ്യനല്ലേ, മലയാളിയല്ലേ, കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടി വിശ്വസിക്കാവുന്ന എന്തെങ്കിലും നിങ്ങൾ പുറത്തു വിടും, ഞങ്ങൾ വിശ്വസിക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങൾ എല്ലാം കണ്ണ് തുറന്ന് കാണുന്നുണ്ട്.